തടം തുറക്കലും പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പോയി കുളിച്ച് വന്നിട്ട് ഇതൊക്കെ ഒന്ന് വിശദമായി നോക്കിക്കണ്ട് എങ്ങനെ ആസ്വദിക്കണ ഒരു രസമാണ്. എന്താണ് ഇന്നത്തെ മഴക്കാറ് എന്നറിയോ? നമ്മളെ ചോളം ഒരുവിധമൊക്കെ സെറ്റായി വന്നു. ഇനി ഇല പഴുത്ത് തുടങ്ങി, ചോളവും മൂത്ത് തുടങ്ങി. നമ്മളെ തടം തുറക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു. മഴ തുടങ്ങിയല്ലേ. ഈ മണ്ണിൻ്റെ പ്രത്യേകത, ഒന്ന് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അപ്പം നല്ല ഡ്രൈ ആവും. പക്ഷേ പിന്നെ തടത്തിൻ്റെ നമ്മൾ നനക്കുന്ന ഭാഗം വളരെ സോഫ്റ്റ്. നമുക്ക് വിരലും കണ്ട് തൊട്ട് കഴിഞ്ഞാൽ അടിയിലേക്ക് അങ്ങോട്ട് പോകും. പക്ഷേ പുറം ഭാഗം ഉണ്ടല്ലോ, വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പാറ. മാംഗോസ്റ്റിൻ കായ പിടിച്ചു. മണ്ണൊക്കെ ഒന്ന് ഇളകി കിടക്കല്ലേ. ഇനിയൊരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മഴക്കാലം തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള വളമ ചേർക്കണം. ഒന്നുമില്ല, 3 ഐറ്റം, അതായത് ചാണകം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, 3 കൂടിയും മിക്സ് ചെയ്തിട്ടുള്ള വളമയാണ്. മിക്സ് ചെയ്ത് പൊടിച്ചത് കേട്ടോ. ഇതാണ്, ഇതിൽ 3 ഉണ്ട്. ആനക്കയത്ത് അവരുടെ മില്ലുണ്ട്, അവിടെ നിന്നാണ് അവർ പൊടിച്ച് ചാക്കിലാക്കൽ. എല്ലാത്തിൻ്റെയും തടം തുറന്ന് കഴിഞ്ഞു. ആ ഒരു പ്രോപ്പർ ടൈമിൽ തടം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വളർച്ച ഡബിളാണ്. ഇത് നമ്മളെ പിന്നെ കേറ്റ് മൂൺ മാങ്ങപ്പം പിടിച്ചത് നോക്കണ്ട. ഇത് ബനാന, ഇത് നാംഡോക്ക്. ഇതിപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കായ പിടിക്കും. ഇതിനൊക്കെ നല്ല, അതായത് 1 മീറ്റർ 1.25 മീറ്ററോളം ചുറ്റളവിലാണ് ഇതിനൊക്കെ തടെടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ ഏകദേശം 1.5 മീറ്റർ ചുറ്റളവുണ്ട് തടം. ഫ്രൂട്ട്സ് തൈകളെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മിസ്റ്റേക്കുകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ്, ഇത് കണ്ടിട്ട് ഒക്കെ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്കിലും സാരമില്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇടയിലിങ്ങനെ മണ്ണ് കൂട്ടി കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ മുളക് തൈകൾ, വഴുതന തൈയൊക്കെ ഇതിൽ കൊടുത്താലേ ഇനി മഴ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കണ പേടില്ല. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ പുല്ലുകളാണ്. പുല്ല് ചെത്തിക്കൂട്ടിയിട്ട് അതാണ് അതിൻ്റെ അടിയിൽ. ഒരു 2-3 ആഴ്ച കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള പുല്ലൊക്കെ ഒന്ന് ഒതുങ്ങും. അതുവരേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല ചൂടായിരിക്കും അതിൻ്റെ ഉള്ളിൽ. 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിൽ നല്ല മുളകും തൈയൊക്കെ നട്ടാലേ ഉഷാറാവും. പച്ചക്കറിനെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ തോട്ടത്തിലെ കുറച്ച് ഫ്രൂട്ട്സ് തൈകൾക്കാണ്. പച്ചക്കറി നമ്മളവിടെ വേറൊരു സംഭവം വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ട സ്ഥലത്ത് നമ്മൾ തൽക്കാലം കുറച്ച് പച്ചക്കറി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട്സ് തൈകൾക്ക് നല്ല പരിഗണനയും പരിരക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് വളമ ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് തടം തുറക്കുന്നുണ്ട്. ഫംഗസും വൈറസുകളും മറ്റ് വെള്ളീച്ചൻ്റെ ശല്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. അതിന് അറിയാത്ത കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിൽ നമുക്ക് മുൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് കൃഷി എന്ന് പറയുമ്പോൾ അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. നല്ല മഴ വരുന്നു, അപ്പം എന്നാൽ പോവാം. ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. പൂമരം നല്ല ഭംഗിയുണ്ടല്ലേ.